some physical properties. First one, mass and weight. What is the difference between mass and weight? Mass is the amount of matter present in the substance. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ present in the substance. Next, weight. Weight is the force exerted by gravity on the substance, on that substance. വെയിറ്റ് എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. എന്തുകൊണ്ടുള്ള ഫോഴ്സ്? ഗ്രാവിറ്റി കൊണ്ടുള്ള ഫോഴ്സ് എത്രയാണോ ആ സബ്സ്റ്റൻസിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മാസിനെ എം എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചു. വെയിറ്റ് ഡബ്ല്യു കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. വെയിറ്റ് ഈസ് ഈക്വൽ ടു എം മാസ് ഇൻറ്റു ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് ആ മാസിനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇൻ നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, പ്രിസിഷൻ ആൻഡ് ആക്യുറസി. പ്രിസിഷനും ആക്യുറസിയും. Precision is the closeness of a set of values obtained from identical measurements of a quantity. ഇപ്പം നമ്മൾ ഒരു സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് എടുക്കുക, ഒരു ചോക്ക് തന്നെ. ആ ചോക്കിൻ്റെ മാസ് നമ്മൾ മെഷർ ചെയ്യാണ്. ആ മെഷർ ചെയ്തപ്പോൾ ഒരാൾ, ഇപ്പം നിങ്ങൾ തന്നെ അസ്യൂം ചെയ്ത് നോക്കുക, ഒരു 3 വട്ടം മെഷർ ചെയ്തപ്പോഴും മൂന്ന് പ്രാവശ്യം നമ്മൾക്ക് ഏകദേശം അടുത്തുള്ള വാല്യൂസ് ഇങ്ങനെ കിട്ടുക. 1.2 ഗ്രാം കിട്ടുക. ഒരിക്കൽ കിട്ടിയത് 1.3 ഗ്രാമാണ്, ഒരിക്കൽ കിട്ടിയത് 1.5 ഗ്രാമാണ്. അപ്പം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഒരു വാല്യൂ കിട്ടിയിട്ടില്ല. 1.2, 1.3, 1.5 എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വാല്യൂസാണ് കിട്ടി. എത്ര ഡിഫറൻസ് ഉള്ളൂ? ഒരു 0.2ൻ്റെ ഡിഫറൻസ്, 0.1ൻ്റെ ഡിഫറൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് എന്ത് ഓൾമോസ്റ്റ് അറിയാൻ പറ്റും? ഒരു 1 ഗ്രാമിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു മാസാണ് ഈ ചോക്കിന് ഉണ്ടായിരിക്കുക എന്നറിയും. അങ്ങനെയുള്ള വാല്യൂകളെയാണ് പ്രിസൈസ് വാല്യൂ, പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസിഷൻ ഈസ് ദ ക്ലോസ്നെസ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഐഡൻറ്റിക്കൽ മെഷർമെൻറ്റ്സ്. ഒരുപോലെയാണ് നമ്മൾ അളവെടുത്തത്. അതിനാണ് ഐഡൻറ്റിക്കൽ മെഷർമെൻറ്റ്സ് ഓഫ് എ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിൻ്റെ ഒരേപോലെ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ ക്ലോസ് ആയിട്ടുള്ളൊരു സെറ്റ് ഓഫ് വാല്യൂ കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആക്യുറസി. ആക്യുറസി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കൃത്യത. ഒരാൾ, ഇപ്പം നിങ്ങൾ തന്നെ ഭയങ്കര ആക്യുറേറ്റ് ആണ് ആളെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യം ചെയ്യാൻ കണിശമായിട്ട് അത് ഇപ്പോൾ ആ ചോക്കിൻ്റെ വെയിറ്റ് നിങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ 1.1 ഗ്രാം എന്ന് കിട്ടി. 1.1 ഗ്രാമും 1 മില്ലിഗ്രാമും 1.1 ഗ്രാം എന്ന് കിട്ടി. രണ്ടാമത്തെ പ്രാവശ്യം മെഷർ ചെയ്തപ്പോഴും നിങ്ങൾക്ക് എന്തെന്നെ കിട്ടുള്ളൂ? 1.1 ഗ്രാം. 3 പ്രാവശ്യം മെഷർ ചെയ്തപ്പോഴും എത്ര? 1.1 ഗ്രാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ആക്യുറേറ്റ് വാല്യൂ. അത് കറക്റ്റ് വാല്യൂ ആണ്. നേരത്തെ കിട്ടിയ പോലെ പ്രിസൈസ് വാല്യൂ അല്ല. പ്രിസൈസ് വാല്യൂ എന്താ? 1.1 കിട്ടി, 1.3 കിട്ടി, 1.5 കിട്ടി. ഡിഫറെൻറ്റ് വാല്യൂസ്. ക്ലോസ്നെസ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ്. ആക്യുറസി റെഫേഴ്സ് ടു ദ ക്ലോസ്നെസ് ഓഫ് എ സിംഗിൾ മെഷർമെൻറ്റ് ടു ഇറ്റ്സ് ട്രൂ വാല്യൂ. യഥാർത്ഥ വാല്യൂവിനോട് ഒറ്റ മെഷർമെൻറ്റിന് തന്നെ നമുക്ക് എന്തായി കിട്ടി? ക്ലോസ്നെസ് ആയിട്ട് കിട്ടി. ഇങ്ങനെയുള്ള വാല്യൂസിനെയാണ് എന്ത് പറയുക? ആക്യുറേറ്റ് വാല്യൂസ് എന്ന് പറയാം. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വാല്യൂസ്, സെറ്റ് ഓഫ് വാല്യൂസാണ് കിട്ടിയത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാകാം? ഒന്ന്, നമ്മളെ വെയിങ് മെഷീന് അത്ര സെൻസിറ്റീവ് ആവില്ല. അതിന് ചെറിയ ബാലൻസ് കുറവ്, അല്ലെങ്കിൽ സ്പ്രിങ്ങിനൊക്കെ കുറച്ച് ലൂസാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഒരളവ് കിട്ടുക. ഇപ്പോൾ സ്പ്രിങ് ത്രാസിലാണ് നമ്മൾ വെയിറ്റ് എടുക്കുന്നതെങ്കിലോ അതിൻ്റെ ആ സ്പ്രിങ് കേടുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറും. അതിനാണ് നമ്മൾ പറയുക സെൻസിറ്റിവ് ഓഫ് ദ മെഷറിങ് അപ്പാരറ്റസ്. മെഷറിങ് അപ്പാരറ്റസിൻ്റെ സെൻസിറ്റിവിറ്റി, അതിനനുസരിച്ച് വാല്യൂസ് മാറാം. ദ ഒബ്സർവേഷൻ പവർ ഓഫ്
ദ പേഴ്സൺ മേക്കിംഗ് മെഷർമെൻറ്റ്, ആ മെഷർമെൻറ്റ് നടത്തുന്ന വ്യക്തിയുടെ സ്കില്ലിന്, ഒബ്സർവേഷൻ പവറിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, വാല്യൂസ് മാറാം. അയാളൊരു വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ മെഷർമെൻറ്റ് നടത്തുകയാണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് മാറാം. പക്ഷെ ഒരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ എങ്ങനെയായിരിക്കണം, ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്ലോ ആൻഡ് സ്റ്റഡി ആയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ആക്യുറേറ്റ് വാല്യൂ കിട്ടുള്ളൂ. മറ്റത് ഒരു വാല്യൂ കിട്ടുള്ളൂ, നമുക്ക് ക്ലോസ് വാല്യൂ കിട്ടുള്ളൂ. ഇതാണ് പ്രിസൈസ് വാല്യൂ എന്ന് പറയുന്നത്.